നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള നാണിന്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ഒരുപാട് പേര് നാൺ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് നാളുകളായി അല്ലേ? അപ്പോൾ ഇത് രണ്ട് തരത്തിൽ നാൺ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. പ്ലെയിൻ നാണും ഗാർലിക് നാണും. അപ്പൊ സിമ്പിൾ ആണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കി. ഇതിന്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടില്ല, ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന റോസ് മിൽക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള സമയം ഈസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നാൺ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാൺ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം ഗ്ലാസ്സിൽ, ഏത് ഗ്ലാസ്സിലാണ് നമ്മൾ തൈര് എടുക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ മൈദ എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. അതേസമയം നിങ്ങളിപ്പോൾ ബേക്കിംഗ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ നമുക്ക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ആദ്യം തന്നെ അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ സാധാരണ രീതിയിൽ പണ്ടൊക്കെ ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടാണ് നാൺ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നത്. പക്ഷേ എന്തോ അവസാനം നമുക്ക് ഒരു ഈസ്റ്റിൻ്റെ ഒരു സ്മെല്ലങ്ങ് കൂടുതലങ്ങ് മുന്നോട്ട് എടുക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് മാത്രമേ നാൺ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പമാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ഈസി ആയിട്ടുള്ളൊരു സംഭവം. മൈദയാണെന്ന് മാത്രം. ആട്ട വെച്ചിട്ട് ഉണ്ടാക്കാം, പക്ഷേ ഈ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ആട്ട വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ഹെൽത്ത് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സെയിം റെസിപ്പി ആട്ട വെച്ച് ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്ത് പകുതി ആട്ടയും പകുതി മൈദയും വെച്ച് ചെയ്യാം. ഇപ്പം ഞാൻ തൽക്കാലം ശരിയായ റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് ഒരു 1/4 ഗ്ലാസ് തൈര് ഒഴിച്ച് കൊടുക്കുക. ഇതൊട്ടും തണുപ്പില്ലാത്ത തൈരാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുള്ള തണുപ്പില്ലാത്ത തൈരാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1/4 ഗ്ലാസ്. ഇത് കട്ടയൊന്നും ഉടച്ചിട്ടില്ല, തൈര് തന്നെയാണ്, മോരല്ല. ഇനി നമുക്കിതിലോട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 4 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മൈദയുടെ കൂട്ടില്ലേ കുറച്ചായിട്ട് ഇട്ടിട്ട് അങ്ങ് നന്നായിട്ട് കുഴച്ചെടുക്കണം. നിങ്ങൾക്കിപ്പോൾ ഈസ്റ്റാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ കൂട്ടിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. സോഫ്റ്റ് ഡോ ആവുന്നവരെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. വെള്ളം നമുക്ക് അവസാനം നോക്കാം. വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ശരിയാവില്ല ഇത്. അപ്പോൾ ഇതേ നമ്മുടെ നാണിനുള്ളത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. കുഴച്ച സമയത്ത് കുറച്ച് തിക്കായിട്ട് തോന്നിയ കാരണം കുറച്ച് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് നന്നായി ഒരു 5 മിനിറ്റ് നേരം നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം, ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈരോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത്രയും നൈസായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നാൻ ഉണ്ടാക്കി എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇപ്പോൾ എടുത്ത് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഞാനൊരു ദിവസം ഓവർനൈറ്റ്, അതായത് രാത്രി കുഴച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് തന്നെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതെന്തായാലും നമുക്ക് 2 മണിക്കൂറിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുകളിൽ ജസ്റ്റ് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം. അത് ഡ്രൈ ആവാതിരിക്കാനാണ് ഓയിൽ തടവി കൊടുക്കുന്നത്. ജസ്റ്റ് ബ്രഷ് ചെയ്യുക. ബ്രഷ് ഇല്ലെങ്കിൽ കൈ കൊണ്ട് തടവി കൊടുത്താലും മതി. ഓക്കെ, ഇതിൻ്റെ മേലെ കൂടെ ഒരു നനഞ്ഞ തുണി നനച്ചെടുക്കാണ്ട് നന്നായി പിഴിയുക. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് വിരിച്ചു കൊടുക്കുക. എന്നിട്ടിത് 2 മണിക്കൂർ അടച്ച് വയ്ക്കുക. ഇത് അടച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. അപ്പോൾ അടുക്കളയിൽ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇതേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ നാണാണോ അത്രയും വലിയ ഉരുളകളാക്കി മാറ്റണം. ഞാനിപ്പോൾ ഇതിന് ഒരു മീഡിയം സൈസ് നാണായിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമുക്കൊരു ഈ ഒരു അളവിൽ ഉരുട്ടി അങ്ങ് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നിന്ന് എനിക്കൊരു 9 മീഡിയം സൈസ് നാണിനുള്ള ഉരുളകളാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്കിനി ഇത് പരത്തിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഓരോ നാൺ ഉണ്ടാക്കുമ്പോൾ അപ്പം ഞാൻ ചുട്ടെടുക്കാറാണ് പതിവ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പത്ത് വെക്കുക.
നിങ്ങൾക്ക് ഞാൻ 2 രീതിയിൽ നാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം, അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് അല്ലാത്ത നമ്മുടെ ഇരുമ്പിൻ്റെ പാനും അതേപോലെ ഇതുപോലെ തന്നെ ഇൻഡാലിയത്തിൻ്റെ പാനിലൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഇൻഡാലിയത്തിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാനുള്ളവർക്കാണ് എന്താ പറയുക ശരിക്കും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ പോലെ കിട്ടുന്ന ഷേപ്പും ആ ഒരു ലുക്കും വരുന്നത്. അതേസമയം ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് സാധാരണ രീതിയിൽ നോൺ സ്റ്റിക്ക് പാനിൽ, അതായത് നമ്മൾ ചപ്പാത്തി ചെയ്യുന്ന പോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ചെയ്യുന്നതാണ്. അതാണ് എനിക്ക് കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഈ രീതിയിലും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം എൻ്റെ അടുത്ത് ഈ സംഭവം ഉണ്ടായിരുന്നില്ല, ഇതിനു വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ 2 രീതിയിലും കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഇത് നല്ല ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ ഹൈ ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത്. ചൂടാവട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് നാൻ പരത്താം. ഒരെണ്ണം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം, മറ്റേ രീതിയിൽ ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉരുള എടുക്കുക, നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. ഈ പാത്രം നമുക്ക് അടച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അങ്ങ് ഡ്രൈ ആയിട്ട് മാറും. ഓരോ ഉരുളകൾ എടുത്തതിന് ശേഷം ഇത് അങ്ങ് അടച്ചു വെക്കണം. അപ്പോൾ ആദ്യത്തെ നാൻ ഞാനൊരു ചെറിയ നാൻ ഉണ്ടാക്കുന്നത്, കാരണം എൻ്റെ പാൻ ചെറുതാണ്, അതുകൊണ്ട് ഒരു ചെറിയ ഉരുളി എടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മൈദയിലോ അല്ലെങ്കിൽ ആട്ടയിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഷേപ്പാക്കി എടുക്കുക. അതായത് ഇപ്പോൾ ഇന്ന ഷേപ്പ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വട്ടത്തിൽ പരത്താനല്ലേ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൂ, അതേസമയം നീളത്തിലും പരത്താൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ വട്ടത്തിൽ അങ്ങ് പരത്തി നോക്കുക, പക്ഷേ അത് നീളത്തിലായിക്കോളും, പേടിക്കണ്ട. എന്നിട്ട് നമുക്കത് ചുട്ടെടുക്കണം. അപ്പോൾ മാക്സിമം നിങ്ങൾ നൈസാക്കിയിട്ട് പരത്താൻ ശ്രമിക്കാം. ആ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബട്ടർ പരട്ടി കഴിഞ്ഞാൽ ആകെ ഹാർഡായിട്ട് മാറും, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ടാണ് ആദ്യത്തെ ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാ മെത്തേഡും ഒന്ന് കാണിച്ചു തരണ്ടേ. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഈസ്റ്റ് വെച്ചിട്ടുള്ള നാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ആദ്യമൊക്കെ ഞാൻ അതാ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെയാണ് ഞാനിപ്പോൾ ഈ ബേക്കിംഗ് സോഡ വെച്ചിട്ടുള്ള പരിപാടി ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇപ്പോൾ 2 ടൈപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഇപ്പോൾ പരത്തി എടുത്ത് വെച്ചിരിക്കുന്നത്, കുറച്ചൊരു നീളത്തിൽ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നൈസായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ സൈഡും ഈവനായിട്ട് പരത്തണമെന്ന് ചുരുക്കം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പാൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു വശത്ത് മാത്രം കുറച്ച് വെള്ളം, സാധാരണ പച്ചവെള്ളം ഒന്ന് തടവി കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാനിൽ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഒട്ടി പിടിക്കില്ല. നമ്മളിപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആയിട്ടുള്ള സംഭവമാണ്. ഒരു സൈഡിൽ നല്ലോണം വെള്ളം തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാനിലോട്ട് ഈ നനഞ്ഞിരിക്കുന്ന ഭാഗമില്ലേ, അത് ഫേസ് ചെയ്യുന്ന പോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഒട്ടി പിടിച്ചോളും, അമർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തീ കുറയ്ക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്, ഹൈ ഫ്ലെയിമിൽ നിന്ന്. എന്നിട്ട് ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയത് കണ്ടോ. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് തീ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മേലേക്ക് പിടിക്കണം. ഇപ്പം ഞാൻ കുറച്ചും കൂടെ താഴേക്ക് പിടിക്കണം, കാരണം എൻ്റെ ഫ്ലെയിം ഇല്ലല്ലോ. അപ്പോൾ ഞാൻ തിരിച്ച് പിടിക്കാൻ പോവുകയാണ്. ആ ചൂട് കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങും. പിന്നെ അത് ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് ഷെയ്ഡ് വരാനും തുടങ്ങും ആ ബബിൾസിന്. എൻ്റെ സെറാമിക് ആയതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ താഴേക്ക് വെക്കാം, പക്ഷെ താഴേക്ക് വെച്ച് കഴിഞ്ഞാലും അതുമ്പോൾ തീ ആവില്ല. പക്ഷെ നിങ്ങൾ ഗ്യാസ് സ്റ്റവ് ഒക്കെ ആകുമ്പോൾ കുറച്ച് മേലേക്ക് പിടിച്ചാൽ മതി. അത് നിങ്ങൾക്ക് ഇടയ്ക്ക് നോക്കിക്കോളൂ, അത് ബ്ലാക്ക് ഷെയ്ഡ് വരുമ്പോൾ അങ്ങ് എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതാ ഇപ്പോൾ ശരിക്കും നമ്മുടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നാണിൻ്റെ അതേ ഷേപ്പായിട്ടുണ്ട്, സോഫ്റ്റ്നെസ്സും ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബട്ടർ ആണെങ്കിൽ ബട്ടർ, ഓയിലാണെങ്കിൽ ഓയിൽ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുക. ഞാനിവിടെ ബട്ടറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് മേലെ കൂടെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഈ തവയിൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഞാനിനി കാണിക്കാൻ പോകുന്നത് സാധാരണ നോൺ സ്റ്റിക്ക് തവയിലാണ്. അതാണ് എനിക്ക് കുറച്ചും കൂടി സൗകര്യം, കാരണം ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് സാധാരണ രീതിയിൽ കാണാം കേട്ടോ. ഞാനെന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് കയറി നിൽക്കണം, ഈ ഭാഗത്ത് കുറച്ച് വീതി കൂടുതലും. അതാണ് സാധാരണ രീതിയിൽ നാൻ എന്ന് പറഞ്ഞതിൻ്റെ ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ മിക്കവാറും അങ്ങനെ ഷേപ്പൊന്നും നോക്കാറില്ല കേട്ടോ. വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഷേപ്പൊന്നും നോക്കാൻ തന്നെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് ഞാൻ പരത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തവ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വെച്ച് കൊടുക്കാം. ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബബിൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിനി തിരിച്ചിടണം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കില്ലേ, സെയിം പ്രൊസീജിയർ തന്നെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാണാണ് ഇങ്ങനെ ചെയ്താൽ കിട്ടുന്നത്. ഞാനിപ്പോൾ ചൂട് കുറച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുന്നത്. കാരണം ചൂട് ഉണ്ടായിരിക്കണം നന്നായിട്ട് നമ്മുടെ തവയ്ക്ക്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, നല്ല സുന്ദരനായ നാൻ സുന്ദരനാണോ സുന്ദരിയാണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ സുന്ദരനാക്കി നാണിന്. എന്നിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നാൻ പൊന്തി വരുന്നു. നോക്കിയേ, നമ്മൾ തീയിൽ വെക്കാണ്ട് തന്നെ ശരിയായി വന്ന്. മാത്രമല്ല കൂടുതൽ കരിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. തിരിച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് കണ്ട, ഈ സൈഡ് ഇങ്ങനെയായി. അതുപോലെ തന്നെ
ഇപ്പുറത്തെ സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലെയിൻ നാൻ, എണ്ണയൊന്നും അല്ലെങ്കിൽ നെയ്യൊന്നും ചേർക്കാത്ത, ഗാർലിക്കൊന്നും ചേർക്കാത്ത പ്ലെയിൻ നാൻ. ഇനി നമുക്ക് ഗാർലിക് നാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി ഗാർലിക് നാൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗാർലിക് എടുത്തിട്ട് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് ഒരല്പം വെള്ളം ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ എല്ലാവരും ഗാർലിക് വെറുതെ പൊടി അരിഞ്ഞിട്ട് അതുമ്പോൾ പ്രസ് ചെയ്യാറാണ് പതിവ്. പക്ഷേ എനിക്കത് അങ്ങനെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിത് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പരത്തിയെടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ ഒരു നാൻ റെഡിയാക്കാം. പിന്നെ പൊടി ഒരുപാട് ഇടാൻ പാടില്ല കേട്ടോ. പൊടി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നാണിന് നല്ല റഫ്നെസ് വരും, സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം പൊടി കുറച്ച് പരത്താൻ ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് ഒട്ടി പിടിക്കണമെങ്കിൽ മാത്രം കുറച്ച് പൊടി എടുത്താൽ മതി. അപ്പോൾ അടുത്തത് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രഷോ അല്ലെങ്കിൽ സ്പൂണോ എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഗാർലിക് നാൻ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഗാർലിക്കിൻ്റെ ഫ്ലേവർ വരികയും ചെയ്യും. അപ്പോൾ ഇതങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവറായിട്ടുള്ള ഗാർലിക് നാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വീണ്ടും നാൻ ഉണ്ടാക്കാം സെയിം പോലെ തന്നെ. ഹൈ ഹീറ്റിലിരിക്കുന്ന തവയിലേക്ക് നാനിൻ്റെ ഗാർലിക് അല്ലാത്ത ഭാഗം വെച്ച് കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് ബബിൾസ് വന്നതിന് ശേഷം മാത്രം തിരിച്ചിടുക. നല്ലോണം ബബിൾസ് വരട്ടെ. ഇതിന് ചൂട് കുറയ്ക്കേ വേണ്ട. നമ്മുടെ ചപ്പാത്തി ചെയ്യുമ്പോഴത്തെ പോലെയല്ല. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഫുൾ ടൈം വെക്കേണ്ടത് തവ. ഇനി നമുക്ക് തിരിച്ചിടാം. നല്ല ഫ്ലേവർ വരുന്നുണ്ട് നമ്മുടെ ഗാർലിക്കിൻ്റെ. അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഗാർലിക് നാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയുണ്ട് കാണാൻ? റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ ആയിട്ടില്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഗാർലിക് നാണും റെഡി ആയിട്ടുണ്ട്, പ്ലെയിൻ നാണും റെഡി ആയിട്ട്. ബട്ടർ നാൺ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ നാണിൻ്റെ മേലെ കൂടെ കുറച്ച് ബട്ടർ പുരട്ടിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഇത് നമ്മൾ രണ്ടെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് വേണമെങ്കിൽ ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റഡ് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം. ഒരു ബ്രഷിൻ്റെ സഹായത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ സഹായത്തോട് കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നാൻ റെഡിയാക്കി എടുക്കുക. അപ്പോൾ രണ്ട് നാൻ റെഡി ആയിട്ടുണ്ട്. ബാക്കി ഇതേപോലെ തന്നെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്യാം, പുതിനയില പ്രസ് ചെയ്യാം. അപ്പോൾ എന്ത് ടൈപ്പ് വേണമെങ്കിലും നമ്മളെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ നമുക്ക് നാൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഹോം മെയ്ഡ് നാൻ ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഇവിടെ എല്ലാ നാനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യും. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പീസ് ഞാൻ കഴിക്കാം. നല്ല സോഫ്റ്റാണ് കണ്ടോ, നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയിരിക്കുന്നത് അതും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളിയുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ.